ഭാരതാംബയെ വീണ്ടും അവഹേളിച്ച് മന്ത്രി വി ശിവൻകുട്ടി. കോഴിക്കോട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു മന്ത്രിയുടെ വാക്കുകൾ. ഭാരതാംബയുടെ ചിത്രത്തിൽ വനിത മാത്രമേയുള്ളൂവെന്നും പുരുഷൻ കൂടി വേണ്ടതല്ലേ എന്നുമായിരുന്നു മന്ത്രിയുടെ പരിഹാസ ചിരിയോടെയുള്ള മന്ത്രിയുടെ വാക്കുകൾ ദേശീയതയോടുള്ള പരസ്യമായ അവഹേളനമാണെന്ന് വിമർശനം ഉയരുകയാണ്. മഹതി ആര് തീരുമാനിച്ച ആളാണെന്നറിയില്ല. എന്താ ഒരു വനിത എന്നിട്ട് അതിൽ നിന്നിപ്പോ ദേശീയ പതാക ഒരു പുരുഷനെ കൂടെ വയ്ക്കേണ്ടായിരുന്നു. അവിടെ തുല്യത വേണ്ടേ? ഗവർണർക്ക് എന്താ അധികാരമുള്ളത്? അവിടെ പിന്നെ ഒരു വനിതയുടെ കയ്യിൽ ഒരു കാവിക്കൊടിയും കൊടുത്ത് കൊണ്ടുവച്ച് ഗവൺമെന്റ് ഫംഗ്ഷനിലൊക്കെ പൂജിക്കാൻ എന്താ അധികാരം ഗവർണർക്ക്? വാർത്തയുടെ വിവരങ്ങളുമായി ദിസ്ന ചേരുകയാണ്. ദിസ്ന, വലിയ അവഹേളനം വീണ്ടും വിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്നും ഉണ്ടായിരിക്കുകയാണ്. എന്തെല്ലാമാണ് വിദ്യാഭ്യാസ മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്? തീർച്ചയായും നീലിമ, വീണ്ടും ഭാരതാംബയെ അവഹേളിച്ചു കൊണ്ട് തന്നെയാണ് പ്രധാനമായും ഈ കോഴിക്കോട് ഗസ്റ്റ് ഹൌസിൽ വി ശിവൻകുട്ടി നടത്തിയ വാർത്താ സമ്മേളനത്തിന് തുടക്കമുണ്ടായത് എന്ന് തന്നെ പറയാൻ സാധിക്കും. അതിൽ പ്രധാനമായും അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ കണ്ടിരുന്നു. ആ പ്രതികരണത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു വനിത കൊടിയും പിടിച്ചുകൊണ്ട് നടക്കുകയാണ്, അവരുടെ കൂടെ ഒരു പുരുഷനും ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിൽ സമത്വമെങ്കിലും അല്ലെങ്കിൽ സമത്വം എന്ന ആശയമെങ്കിലും മുന്നോട്ട് വയ്ക്കാമായിരുന്നു എന്നൊരു അതായത് പരിഹാസ രൂപേണയുള്ള ഒരു മറുപടി തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട വി ശിവൻകുട്ടി നടത്തിയിട്ടുള്ളത്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നമുക്കറിയാം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാവുന്നു. ആ പ്രതിഷേധത്തെയൊക്കെ തന്നെയും ഈ ഭാരതാംബയെയും അതോടൊപ്പം തന്നെ ഭാരതം വിശ്വസിക്കുന്ന അതിന്റെ അടിസ്ഥാനമായ സങ്കല്പങ്ങളെയൊക്കെ തന്നെയും വലിയ രീതിയിൽ പരിഹാസ രൂപേണ അധിക്ഷേപിക്കുന്ന നിലപാടിലേക്കാണ് മന്ത്രി കടന്നിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് വളരെ വ്യക്തമായി അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് പറയാൻ സാധിക്കും. കൃത്യമായി പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: അതൊരു വനിതയാണ്, ആ വനിതയാണ് ഇത്തരത്തിൽ കൊടിയും പിടിച്ചുകൊണ്ട് നടക്കുന്നത്. എന്തിനാണ് അത്തരത്തിലൊരു ആശയം അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിൽ ഭാരതാംബ എന്ന് പ്രചരിപ്പിക്കുന്നത്? അതിന്റെ ആവശ്യകത എന്താണ് എന്നൊക്കെ തന്നെയാണ് ഈ വി ശിവൻകുട്ടി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പരിഹാസ രൂപേണ പറയുന്നത്. അതോടൊപ്പം തന്നെ പറഞ്ഞു വെക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഗവർണറിന്റെ നിലപാടുകൾ തിരുത്തണം, ഇനിയും വരുന്നത് ഇത്തരത്തിലുള്ള ഗവർണർമാരായിരിക്കും, അങ്ങനെയാണെങ്കിൽ തങ്ങൾ ഇത്തരത്തിലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം എന്ന കാര്യവും ഈ ശിവൻകുട്ടി പറഞ്ഞു വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു കള്ളം വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് ഈ വാർത്താ സമ്മേളനത്തിൽ മന്ത്രി ശിവൻകുട്ടി നടത്തിയത്. അതായത് ABVP പ്രവർത്തകർ ദേശീയ പതാക നശിപ്പിച്ചു എന്നൊരു കാര്യം വീണ്ടും ഈ വാർത്താ സമ്മേളനത്തിൽ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജനം TV നമ്മൾ ആ ദൃശ്യങ്ങൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമത്തിലൂടെ കാണിച്ചതാണ്. അത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ വീണ്ടും ചോദിക്കുന്നത്, ഏത് തരത്തിലാണ്, എവിടെ വെച്ചാണ് ഈ ABVP പ്രവർത്തകർ ഇത്തരത്തിൽ ഈ ദേശീയ പതാകയെ അവഹേളിച്ചത് എന്ന ചോദ്യത്തിന് മന്ത്രി വീണ്ടും കളത്തരങ്ങൾ ആവർത്തിച്ച് പറയുന്ന ഒരു വാർത്താ സമ്മേളനം തന്നെയായിരുന്നു നിലിമ ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ നടന്നത്. അതോടൊപ്പം തന്നെ ഭാരതാംബയെ വലിയ രീതിയിൽ അവഹേളിക്കുന്ന തരത്തിൽ പരിഹാസ രൂപേണയുള്ള മറുപടിയുമായിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശിവൻകുട്ടി നടത്തിയത്. ഇതിനെതിരെ സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത്. അതോടൊപ്പം തന്നെ MD രമേശിന്റെ രാവിലത്തെ പ്രതികരണത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞത്, പ്രോട്ടോകോൾ പഠിപ്പിക്കുവാൻ MD രമേശ് വളർന്നിട്ടില്ല എന്നും ഏതെങ്കിലും ഒരു തിരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടുണ്ടോ MD രമേശ് എന്ന പരിഹാസ രൂപേണ വ്യക്തികളെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രതികരണം തന്നെയാണ് മന്ത്രി വി ശിവൻകുട്ടി ഈ ഭാരതാംബ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയത്. നീലിമ, ഒപ്പം ദിസ്ന, ഇന്ന് കോഴിക്കോട്ടെത്തിയ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ കടുത്ത പ്രതിഷേധമാണ് കോഴിക്കോട് നഗരത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഭാരതാംബയെ അവഹേളിച്ച വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ യുവമോർച്ചയുടെ കരിങ്കൊടി പ്രതിഷേധമുണ്ടായി. ഈ കരിങ്കൊടി പ്രതിഷേധത്തിലേക്ക് കടന്നു കയറി SFI പ്രവർത്തകർ യുവമോർച്ച പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിക്കുന്ന സംഭവമുണ്ടായി. പിന്നീട് വലിയ സംഘർഷത്തിലേക്ക് കോഴിക്കോട് നീങ്ങുകയായിരുന്നു. യുവമോർച്ച പ്രവർത്തകരെ മർദ്ദിച്ചതിനെതിരെ BJP അതിശക്തമായി പ്രതിഷേധിക്കുകയും വിദ്യാഭ്യാസ മന്ത്രിയുടെ കോലം കത്തിക്കുന്നതടക്കമുള്ള പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുകയും ചെയ്തു. അതിന്റെ വിവരങ്ങൾ കൂടി ദിസ്ന. തീർച്ചയായും നീലിമ, നമ്മൾ കണ്ടതാണ് ഈ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് കോഴിക്കോട് നഗരത്തിൽ വിവിധ ഇടങ്ങളിൽ അതിശക്തമായി ഉണ്ടായിരുന്നത്. 11:30 കിസാൻ കോർണറിൽ യുവമോർച്ചയുടെയും BJPയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ പരിപാടി നടത്തണമെന്ന
ആസൂത്രണം ചെയ്തിരുന്നു. ആ പരിപാടിക്കിടയിലാണ് ഇത്തരത്തിൽ SFI പ്രവർത്തകർ, അതായത് തളി ക്ഷേത്രത്തിന്റെ അടുത്ത് ഇത്തരത്തിൽ SFI പ്രവർത്തകർ കൂട്ടം ചേർന്ന യുവമോർച്ച പ്രവർത്തകർക്ക് നേരെ ഇത്തരത്തിലൊരു അതിക്രമം നടത്തുകയുണ്ടായത്. ഈ അതിക്രമത്തിനെതിരെ പിന്നീട് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉണ്ടായിരിക്കുന്നത്. SFI DYFI പ്രവർത്തകരാണ് ഈ യുവമോർച്ച പ്രവർത്തകരെ ആക്രമിച്ചത്. അതിൽ 5 പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവർ ബീച്ച് ആശുപത്രിയിൽ നിന്നും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അവരെ മാറ്റി എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. കൂടാതെ ECP ഉൾപ്പെടെയുള്ളവർക്ക് ഈ SFIയുടെ ആക്രമണം ഉണ്ടായി. ഈ SFI DYFI പ്രവർത്തകർക്ക് വേണ്ടി പോലീസ് കൂട്ടുനിന്ന് എന്നൊരു ആക്ഷേപമാണ് ഉയർന്നു വരുന്നത്. അതായത് ഈ സംഘർഷം നടക്കുന്ന സമയത്തും ഈ SFI DYFI പ്രവർത്തകർ ഈ യുവമോർച്ച പ്രവർത്തകരെ ആക്രമിക്കുന്ന സമയത്ത് പോലും യാതൊരു തരത്തിലുള്ള നടപടിയിലേക്കും അവിടെ ഉണ്ടായിരുന്ന പോലീസ് കടന്നില്ല എന്നൊരു ആക്ഷേപമാണ് ഉയർന്നു വന്നിട്ടുള്ളത്. എന്തായാലും ശക്തമായ നടപടി ഉണ്ടാവണമെന്ന് തന്നെയാണ് BJP വ്യക്തമാക്കിയിട്ടുള്ളത്. ഇല്ലെങ്കിൽ ജനകീയമായ രീതിയിൽ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് സിറ്റി ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രതികരിക്കുവാൻ അല്ലെങ്കിൽ പ്രതിഷേധിക്കുവാൻ സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുന്ന നാട്ടിൽ തന്നെയാണ് നീലിമ ഇത്തരത്തിൽ ഒരു സംഘടന അവരുടെ പ്രതിഷേധം അറിയിക്കുമ്പോൾ അവിടെ SFI DYFI യുവജന സംഘടന രംഗത്ത് വരുന്നു. അത് വലിയൊരു രീതിയിലുള്ള അക്രമത്തിലേക്ക് പോകുന്നു, പിന്നീട് കയ്യാങ്കളിയാവുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അത് നോക്കി നിൽക്കുകയും അവർക്ക് ഒത്താശ ചെയ്യുകയും ചെയ്യുന്ന നിലപാട് ഉണ്ടായിരിക്കുന്നത്. ഇതിനെതിരെ വലിയ വിമർശനം തന്നെയാണ് സമൂഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്നിട്ടുള്ളത് നീലിമ. ദിസ്ന, ഈ SFI ഗുണ്ടകളുടെ മർദ്ദനത്തിൽ 5 ABVP പ്രവർത്തകർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. യുവമോർച്ച പ്രവർത്തകർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എങ്ങനെയാണ് അവരുടെ ഒരു ആരോഗ്യനില ഇപ്പോൾ? നമ്മൾ കണ്ടതാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വലിയ രീതിയിലുള്ള ഒരു മർദ്ദനമാണ് ഈ യുവമോർച്ച പ്രവർത്തകർക്ക് നേരെ ഉണ്ടായിട്ട്. കഴുത്തിൽ ഒക്കെ തന്നെയും കടന്നാക്രമിച്ചുകൊണ്ടുള്ളൊരു ആക്രമണം തന്നെയാണ് SFI DYFI പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് നീലിമ. ഇവരെ ആദ്യം ബീച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും പിന്നീട് അവിടുന്ന് റെഫർ ചെയ്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുവാൻ നിർദ്ദേശിക്കുകയുമായിരുന്നു. അവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതിൽ 5 പേരിൽ ഒരാൾക്കും വലിയ രീതിയിലുള്ള പരിക്കുകൾ ഉണ്ട് എന്നൊരു വിവരം തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 7 SFI പ്രവർത്തകരെയും 7 ഫ്രറ്റേണിറ്റി പ്രവർത്തകരെയും 7 SFI പ്രവർത്തകരെയും അതോടൊപ്പം തന്നെ യുവമോർച്ച പ്രവർത്തകരെയും 2 ഫ്രറ്റേണിറ്റി പ്രവർത്തകരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളതല്ലാതെ ഇതിലേക്ക്, അതായത് ഈ പ്രതിഷേധം നടക്കുന്ന സ്ഥലത്തേക്ക് ആക്രമണം നടത്തിയ SFI DYFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുവാൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല എന്നതാണ് വാസ്തവം. ഇതിനെതിരെ വലിയ രീതിയിലുള്ള ജനകീയ പ്രതിഷേധം സംഘടിപ്പിക്കുവാൻ തന്നെയാണ് BJPയുടെ തീരുമാനം. നമുക്കറിയാം, പ്രതിഷേധിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടി വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തുന്ന ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു കേരളത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത്. എന്തുകൊണ്ടാണ് ഈ യുവമോർച്ച അല്ലെങ്കിൽ ABVP അടക്കമുള്ള സംഘടനകൾ മാത്രം ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തുമ്പോൾ വലിയ രീതിയിൽ പോലീസ് ആക്രമണം ഉണ്ടാകുന്നു? അവിടേക്ക് SFI DYFI പ്രവർത്തകർ വരുമ്പോൾ പോലും യാതൊരു തരത്തിലും പ്രതികരിക്കാത്തത് എന്നതും ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. നിയമം മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ACP ഉൾപ്പെടെയുള്ളവർക്ക് ഈ SFI പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും തലയ്ക്ക് അടിയേറ്റിട്ടുണ്ട് എന്നൊരു വിവരവും നമ്മൾ അറിയുന്നു. പക്ഷേ ഇതിനെതിരെ ഒന്നും തന്നെ പ്രത്യക്ഷത്തിൽ പോലും പ്രതികരിക്കുവാൻ അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള നടപടി എടുക്കുവാൻ പോലീസ് തയ്യാറായിട്ടില്ല. അപ്പോൾ നേരത്തെ സിറ്റി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രകാശ് ബാബു ചോദിച്ചതുപോലെ തന്നെ ശിവൻകുട്ടി കോഴിക്കോട് ജില്ലയിൽ വരുന്നുണ്ട് എന്ന് കരുതി SFI ABVP യുവമോർച്ച പ്രവർത്തകർക്കൊന്നും തന്നെ പുറത്തിറങ്ങേണ്ടേ? എന്തുകൊണ്ടാണ് ഈ DYFI SFI കൂട്ടുകെട്ടിന് പോലീസ് ഒത്താശ ചെയ്തത്? അത്തരത്തിൽ നിരവധി ചോദ്യങ്ങൾ വരുന്നു. യുവമോർച്ചയുടെ ഒരു പ്രതിഷേധം നടക്കുമ്പോൾ എന്തിനാണ് SFI പ്രവർത്തകർ അവിടെ എത്തി ഇത്തരത്തിലുള്ള പ്രതിഷേധം അല്ലെങ്കിൽ ആക്രമണം നടത്തിയത് എന്നതും ഒരു ചോദ്യമായി തന്നെ നിലനിൽക്കുകയാണ്. ശരി.